നോക്കിയാൽ നമ്മുടെ ബഡ്ജീസിൻ്റെ ചിക്സ് ഒക്കെ നെസ്റ്റ് ഔട്ടായി എല്ലാവരും ഒരു 1 മന്തോളം പ്രായം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിനെയൊക്കെ അതിൻ്റെ പേരൻസിൻ്റെ കേജിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് വേറൊരു കേജിലിടണം. പിന്നെ കുറേ പേര് എന്നോട് ബേർഡ്സിനെ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അതിനെ കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ നമ്മളൊരു കടയിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യാറാണ് പതിവ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ചിക്സിനെയൊക്കെ പേരൻസ് കേജിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കേജിനകത്ത് വന്ന പോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. ചില പോട്ട്സിനകത്തൊക്കെ ഓൾറെഡി പേരൻസ് എഗ്ഗ് ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ആദ്യത്തെ പോട്ടാണ്, കണ്ടോ, ഞാൻ ഓൾറെഡി എഗ്ഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനിനി അത് തിരിച്ച് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പിള്ളേരെ പിടിക്കണം. ഇവർ ഈ പിള്ളേർ 1 മന്ത് ആയതേ ഉള്ളെങ്കിലും പേരൻസ് നന്നായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ കാടിച്ച് പറിക്കണമെന്ന്. ഒന്നിനെ പിടിക്കാനും പറ്റത്തില്ല, അവർക്ക് അറിയുകയും ചെയ്യാം പാത്തിരിക്കാനായിട്ട്. അപ്പോൾ ഇതിനെ പിടിച്ച് കൂട്ടിലിടുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതും ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ചോണ്ടാണ് ചെയ്യുന്നത്. അതാണ് വീഡിയോയ്ക്ക് ഭയങ്കര ഷേക്ക്. താഴെ ഞാനൊരു ചെറിയ ചൈന കേജ് വെച്ചിട്ടുണ്ട്. അതിനകത്തിലോട്ടാണ് ഞാൻ ഓരോന്നിനായിട്ട് പിടിച്ചു വെക്കുന്നത്. കാരണം എനിക്ക് ഇത് ഏവിയറി ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പം താഴെ ആരെങ്കിലും ബേർഡ്സിനെ കണ്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ വരുമ്പം അവരെയും കൊണ്ട് എനിക്കിവിടെ ഏവിയറിയിൽ മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയില്ല. കാരണം ഒരു ആക്സസേ ഉള്ളൂ വീടിനകത്തൂടെ. അപ്പോൾ വീടിനകത്ത് എനിക്ക് ഡോഗ്സും ക്യാറ്റ്സും എല്ലാം വീടിനകത്ത് തന്നെ ഉള്ളതല്ല, അവർക്ക് സെപ്പറേറ്റ് കൂട്ടിയിടാനൊന്നും പറ്റത്തില്ല. അപ്പം ഈ വരുന്നവർക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. തന്നെയല്ല, എൻ്റെ വീട് മൊത്തം ഒരു ഫാം ഹൗസ് പോലാണ്. ഇവർക്കപ്പോൾ അതൊന്നും വലിയ പിടിച്ചില്ലെങ്കിലോ. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ കേജിൽ ബേർഡ്സിനെ പിടിച്ചിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ വരുന്ന ഉടനെ കാണിക്കാനായിട്ട് ഈസി ആണല്ലോ. ഈ തക്ക നോക്കി ഒരെണ്ണം ചാടിപ്പോയി കണ്ടിരിക്കുന്നു. ഇതുങ്ങളെയൊക്കെ പിടിക്കാനാണ് പാട്. പുറത്തോട്ട് പറന്നു പോയാൽ, കാരണം ബാക്കിയുള്ള കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഫ്രീ ഫ്ലൈറ്റിന് വിട്ടേക്കുന്നത്. ഇവരെയൊക്കെ പുറത്ത് തന്നെ പോയിരുന്നാൽ ആ താഴെ മുകളിൽ വെച്ചേക്കുന്ന ഈ കോക്കറ്റെയിലിൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ബോക്സുകളുണ്ട്, അതിനകത്തൊക്കെ കയറി പോയിരുന്നിട്ട് പിന്നെ അവർ കൊത്തി ഓടിക്കും. ഇവരെ കാലിനെയൊക്കെ കൊത്തി പറിച്ചെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് എല്ലാം ഈ പ്രാവശ്യം സ്പാങ്കിൾ ചിക്സ് ആണ് കൂടുതലും ഉള്ളത്. കാരണം എന്നോട് കഴിഞ്ഞ പ്രാവശ്യമേ ഒരു ഫാമിലി ചോദിച്ചിട്ടുണ്ട് സ്പാങ്കിൾ ബേർഡ്സിനെ വേണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ചൂസ് ചെയ്താണ് ഇട്ടത്. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ ചോദിച്ചു വരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല. ഇവിടെ ആൾക്കാർ ജസ്റ്റ് പിള്ളേർക്ക് വേണ്ടി ലവ് ബേർഡ്സിനെ വേണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ മ്യൂട്ടേഷൻ ഒന്നും നോക്കി ബേർഡ്സിനെ വാങ്ങിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അവർക്ക് കാണാൻ ഭംഗിയുള്ള ബേർഡ്സ് വേണം. അവർക്കും മോസ്റ്റ്ലി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പോൾ പക്ഷേ അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് സ്പാങ്കിളായി പ്രാവശ്യം വെച്ചത്. ഗ്രീൻ സീരീസും യെല്ലോ സീരീസും ബ്ലൂ സീരീസും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമല്ലോ. മോസ്റ്റ്ലി യെല്ലോ സീരീസാണ് പോകാറ്. കാരണം ഈ ബ്ലൂ സീരീസിന് അങ്ങനെ ആൾക്കാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം അത് ഒരു എന്തോ എനിക്കും വലിയ താല്പര്യമില്ല. എനിക്കും യെല്ലോ സീരീസ് ബേർഡ്സിനെയാണ് ഇഷ്ടം. ഇത് ഇവരെ കണ്ട ഇവരുടെ ആദ്യത്തെ ക്ലച്ചായിരുന്നു. കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞാത്. എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ അതിനെ കാണാൻ. ഇച്ചിരേ ഉള്ളത്. ഇതിനെ ഞാൻ കൊടുക്കുകയല്ല, ഇതിനെ ഞാൻ ഇവിടെ വെക്കുകയുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ പൈഡായിട്ടുള്ള ബേർഡ്സിനെ എനിക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പം ഇവരെ ഞാൻ സാധാരണ കൊടുക്കാറില്ല. ഞാൻ നോർമലും സ്പാങ്കിളിലാണ്. കാരണം സ്പാങ്കിളിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം സിക്ക് ആകുന്ന ബേർഡ്സ് അവരാണ്, പെട്ടെന്ന് ചത്തുപോക്ക് ചെയ്യുന്നത്. ഈ നോർമൽ ഗ്രീൻ കളർ നമ്മുടെ നോർമൽ ബഡ്ജീസ് ആണെങ്കിൽ അവർക്ക് അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല. പിന്നെ അവർ നമ്മളെ കടിക്കത്തുമില്ല. അടുത്ത കേജിനകത്തു നിന്ന് പിടിച്ചാണ്. ക്യൂട്ടാണെല്ലാം. ഇതും ഒരു സ്പാങ്കിളാണ്. അപ്പം ഈ പ്രാവശ്യം എനിവേ കൂടുതലും സ്പാങ്കിൾ ചിക്സ് ആണ് കൂടുതലും ഉള്ളത്. നോക്കാം, ജൂഡി വലയ്ക്കകത്തുനിന്ന് എങ്ങാനും ആരെങ്കിലും വന്നാൽ പിടിച്ചാലോ എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുവാണ്. ഇവള് തീരെ കുഞ്ഞാണ്. ഇതിനെ ഞാൻ എടുത്തിട്ട് മോസ്റ്റ്ലി ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട വരും. കാരണം അല്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലും അതിനെ വെച്ചിരുന്നാൽ. ഇങ്ങനെ രണ്ടെണ്ണത്തിനെ കൂടെ ഒരുമിച്ച് പിടിച്ചു, അല്ലെങ്കിൽ അത് പറന്നു പോകും. ഒരെണ്ണത്തിനെ കിട്ടുമ്പോഴത്തേക്കാണ് ഞാൻ ഈ കേജ് അടയത്തില്ല ശരിക്കും. ഞാനപ്പോൾ അതിനെ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പേരൻസ് ആരെങ്കിലുമൊക്കെയാണ് ഒന്ന് പറന്നു പോകും. പിന്നെ എനിക്ക് പാടായിരിക്കും ഇതുങ്ങളെ പിടിക്കാനായിട്ട്. ഇതിനെ പിടിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തുടങ്ങിയതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു
എന്തോ ഇവിടെ ചുമ്മാ വീട്ടിലിരിക്കുവാണല്ലോ, അപ്പം അങ്ങനെ 4 ബേർഡ്സിനെ വെച്ച് ചെറിയൊരു കേജിലൊക്കെ ആദ്യം വെച്ചോണ്ടിരുന്നത്. അത് ഇങ്ങനെ കൂടി 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 പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നി കൂടുതൽ. അങ്ങനെ പഠിച്ചാണ് എനിക്ക് ഇത്രയും ബേർഡ്സ് ഒക്കെ ആയത്. ഇപ്പൊ അതൊരു ക്രേസ്, ഭ്രാന്ത്, അല്ലാന്തുവാ. എനിക്ക് ഇരട്ടിപ്പണി, ഞാൻ തന്നെത്താണ് എനിക്ക് പണി ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ നമ്മൾ എല്ലാ കുഞ്ഞിപ്പിള്ളാരെയും പിടിച്ച് ചെറിയൊരു കേജിലാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും കിട്ടുന്ന ബേർഡ്സിനെ മൊത്തം ഞാൻ സെല്ല് ചെയ്യത്തില്ല. നമുക്ക് ഇൻബ്രീഡിങ് വരരുതല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബേർഡ്സിനെ ഇവിടെ വെക്കും. എന്നിട്ട് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ നമുക്ക് കുറച്ച് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് പേരന്റ് ആകാം. ചിക്സ് അടുത്ത പിള്ളേരുണ്ടാകും. നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഇൻബ്രീഡിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഞാൻ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 നോർമൽ ചിക്സിനെ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. ഞാൻ സ്പാങ്കിളിനെ ഒന്നും വെക്കാറില്ല. ഈ പ്രാവശ്യം എനിക്ക് ഏതായാലും റെയിൻബോ ചിക്സ് ഒന്നും ഇല്ല, കാരണം ഞാൻ അവരെ റെസ്റ്റിന് ഇട്ടേക്കുക. അപ്പോൾ അതിനെ ഞാൻ നെക്സ്റ്റ് സീസണിൽ ഇടുകയുള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രീഡിങ്ങിൽ കിട്ടിയ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അതുപോലെ ഒരു വലിയ കേജിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ റെയിൻബോയുടെ ബ്രീഡിംഗ് പെയറും അതിൻ്റെ കുഞ്ഞുങ്ങളും റെയിൻബോയുടെ ചിക്സും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.